അഹാന കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരമാണ് ദിയയും മറ്റ് രണ്ട് സഹോദരിമാരും അമ്മ സിന്ധു കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. പക്ഷേ കൃത്യമായ ഇടവേളയിൽ ബ്ലോഗുമായി എത്തുന്ന ഒരേ ഒരാൾ ദിയ കൃഷ്ണ മാത്രമാണ്. മദർഹുഡും ബിസിനസ്സും എല്ലാം ഇടയിലാണ് ദിയ ബ്ലോഗിങ്ങിനും യൂട്യൂബ് ചാനലിനുമായി സമരം കണ്ടെത്തുന്നത്. താരപുത്രി ഏറ്റവും പുതിയ ബ്ലോഗുമായി എത്തിയിട്ടുമുണ്ട്. തൻ്റെ വീട്ടിൽ ഭർത്താവിനും കുഞ്ഞിനും ഒപ്പം സമയം ചിലവഴിച്ചതിൻ്റെ വിശേഷങ്ങളാണ് പുതിയ ബ്ലോഗിലുള്ളത്. വീട്ടുവിശേഷങ്ങളും മകന്റെ രസകരമായ നിമിഷങ്ങളും എല്ലാം ബ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ദിയ സ്വന്തം വീട്ടിലാണ് താമസം. വിവാഹശേഷം ഫ്ളാറ്റിലേക്ക് താമസം മാറിയെങ്കിലും കുഞ്ഞിന്റെ ജനനശേഷം ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് വരികയും സമയം ചിലവഴിക്കുകയും ചെയ്യാറുണ്ട്. മകനെ നോക്കാനും ഭക്ഷണം കഴിക്കാനും ആളുകൾ ധാരാളം ഉണ്ടെന്നുകൊണ്ട് തന്നെ ബിസിനസ് അടക്കമുള്ള ശ്രദ്ധ ചെലുത്താൻ ദിയയ്ക്ക് സമയം ലഭിക്കുകയും ചെയ്യും. കൃഷ്ണകുമാറും സിന്ധുവും ദിയയുടെ സഹോദരിമാരെല്ലാം താഴത്തും തലയിലും വെക്കാതെയാണ് ഓമിയെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും. 8 മാസക്കാരൻ ഓമിക്ക് ദിയേക്കാളും അച്ഛൻ അശ്വിനേക്കാളും പ്രിയം മുത്തച്ഛൻ കൃഷ്ണകുമാറിനാണ്. അത് ദിയ തന്നെ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ദിയ പങ്കിടുന്ന വ്ളോഗുകൾ ഓമിയുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് വ്യക്തമാണ്. പുതിയ വ്ളോഗിൽ മുത്തച്ഛനോടൊപ്പം ഓമി ഗാർഡനിൽ സമയം ചെലവഴിക്കുന്നതും കളിക്കുന്നതും ചെയ്യുന്നത് കാണാം. മകന്റെ തൻ്റെ മാതാപിതാക്കളൊപ്പം സമയം ചെലവഴിക്കുന്ന ക്ലിപ്പുകൾ ദിയ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പ്രധാനമായി വരുന്ന ഒരു കമന്റ് അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ദിയ എപ്പോഴും സ്വന്തം കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുന്നതിനാൽ അശ്വിൻ്റെ കുടുംബത്തിനൊപ്പം സമയം ചെലവിടാൻ ഓമിക്ക് അവസരം ലഭിക്കാറില്ലെന്നും പേരക്കുട്ടിയെ താലോലിക്കാൻ കാണാൻ പോലും കിട്ടാത്ത തരത്തിലാണ് വിമർശനം ഉയരുന്നുണ്ട്. കുഞ്ഞിനെ അശ്വിൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റി എന്നുള്ള തരത്തിൽ മുമ്പും ദിയയ്ക്ക് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അന്നെല്ലാം വ്യക്തമായ മറുപടി ദിയ നൽകുകയും ചെയ്തിരുന്നു. ഇത്തവണയും അത്തരമൊരു കമന്റ് ദിയയുടെ ബ്ലോഗിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് താരപുത്രി കുറിക്കുകൊള്ളുന്ന മറുപടി നൽകുകയും ചെയ്തു. അശ്വിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഇതുപോലെ ഈ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ആഗ്രഹമുണ്ടാകും. അത് അവരുടെ ഇളയ മകന്റെ കുഞ്ഞാണ്. പാവം അശ്വിൻ ഫാമിലി എന്നായിരുന്നു കമന്റ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ദിയ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: കമന്റേറ്ററുടെ പേര് പരാമർശിച്ച് ദയവായി മാറിയിരുന്ന് കരയൂ എന്നാണ് ദിയ കുറിച്ചത്. അവർ യൂട്യൂബിൽ അല്ലാതാകും ഇന്ററാക്ട് ചെയ്യുന്നത്. ദിയയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും യൂട്യൂബിൽ സജീവമാണ്.